നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് ജനങ്ങളെ ഉന്മേഷവാന്മാരാക്കാൻ വേണ്ടി ഒരു വെറൈറ്റി പദ്ധതിയുമായിട്ടാണ് ഇത്തവണ ദുബായ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും മനോഹരകരമായിട്ടുള്ള ഒരൊറ്റ ക്ലിക്കിൽ 20,000-ലധികം ദിർഹം വരെ സമ്മാനം നേടാൻ സാധിക്കുന്ന ഒരു കിടിലൻ മത്സരം. അതായത് റംസാൻ കാലത്ത് ഏറ്റവും കൂടുതൽ സുന്ദരമായ വീട് ഒരുക്കുന്നത് ഒരു മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ തവണ എന്നതാണ് വിവരം. ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന പ്രമേയത്തിലാണ് ഈ മത്സരം സംഘടിപ്പിക്കാൻ പോകുന്നത്. വിജയികൾക്ക് 20,000-ലധികം ദിർഹം സമ്മാനമായി നൽകും എന്നതാണ് പറയുന്നത്. ഒന്നാം സ്ഥാനത്തിന് 1,00,000-ലധികം ദിർഹവും, രണ്ടാം സ്ഥാനത്തിന് 60,000-ലധികം ദിർഹവും, മൂന്നാം സ്ഥാനത്തിന് 40,000 ദിർഹവും എന്നിങ്ങനെയൊക്കെ തന്നെയായിരിക്കും സമ്മാനത്തുകയായി നൽകുന്നത്. ഇതിനു പുറമെ സൗജന്യമായി ഉംറ ടിക്കറ്റുകളും നൽകുന്നുണ്ട് എന്നാണ് സൂചന. 7 വിജയികൾക്ക് 2 ടിക്കറ്റുകൾ വീതമായിരിക്കും നൽകുക. ബ്രാൻഡ് ദുബായെ പോലുള്ളവരാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. റംസാൻ അവസാനിക്കുന്നതിന്റെ അന്നായിരിക്കും വിജയികളുടെ പ്രഖ്യാപനം നടത്തുക. ദുബായ് നിവാസികൾക്ക് മാത്രമായിരിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അലങ്കരിക്കാൻ ലൈറ്റുകളും മറ്റും ഉപയോഗിക്കാം എന്നും അറിയിച്ചു. #റംദാൻ ദുബായ് എന്ന ലോഗോയും ഉൾപ്പെടുത്തിയായിരിക്കണം ഈ പോസ്റ്റ് ചെയ്യേണ്ടത്. മത്സരാർത്ഥികൾ വീട് അലങ്കരിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പകർത്തേണ്ടിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീലായി വീഡിയോ പങ്കുവെക്കണമെന്നതാണ് നിബന്ധന. ബ്രാൻഡ് ദുബായ് അല്ലെങ്കിൽ @ഫർജൻ.ദുബായ് എന്നീ ടാഗുകൾ വീഡിയോയ്ക്ക് കൂടെ നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വലിയൊരു മത്സരം തന്നെയാണ് ദുബായ് സംഘടിപ്പിച്ചു വരുന്നത്. മാർച്ച് 21-നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക ജഡ്ജിംഗ് പാനലായിരിക്കും ഇതിൽ വിജയികളെ തിരഞ്ഞെടുക്കുക. എന്തായാലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഈ മത്സരം ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് ദുബായിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പൊതുവെ ദുബായ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷ നാള് എന്ന് പറയുന്നത്, നൊയമ്പ് കാലം എന്ന് പറയുന്നത് റംസാൻ തന്നെയാണ്. ഈ ഒരു സമയം തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നത് പരിപാടിയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. അതിൽ ജനങ്ങൾ കൂടുതൽ പങ്കാളികളാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയം ദുബായിൽ റംസാൻ ആഘോഷങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടെ ആഘോഷങ്ങളുടെ ഭാഗമായി ചില മാറ്റങ്ങളൊക്കെ ദുബായിൽ സാധ്യമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ജോലി സമയം മുതൽ സ്കൂൾ ഷെഡ്യൂളുകൾ വരെ, പണമടച്ചുള്ള പാർക്കിംഗ് സമയം വരെ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കും നോമ്പ് അനുഷ്ഠിക്കാത്തവർക്കും കുറഞ്ഞ ജോലി സമയം ബാധകമായി വരുമെന്നാണ് ഈ സമയത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. സർക്കാർ ഓഫീസുകൾ പലപ്പോഴും നേരത്തെ അടയ്ക്കുകയും പൊതുമേഖലാ ജീവനക്കാരുടെ പ്രവൃത്തി സമയം സാധാരണ 8 മണിക്കൂറിന് പകരം 6 മണിക്കൂറായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ അക്കാദമിക് ദിവസങ്ങളിൽ നിന്ന് ഈ ആഘോഷ ദിനത്തിലുള്ള സമയങ്ങളിൽ അത് 5 മണിക്കൂറായി കുറയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റംദാനിൽ പണമടച്ചുള്ള പാർക്കിംഗ് സമയത്തിലും പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേസമയം ദുബായിൽ മിക്ക ഭക്ഷണശാലകളിലും ഇത് പതിവ് പോലെ തന്നെ പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിസിറ്റ് ദുബായ് പ്രകാരം പകൽ സമയത്ത് പൊതുസ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും അമുസ്ലിങ്ങൾ ഒഴിവാക്കണമെന്ന നിബന്ധനയോടുകൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരാൾ നോയമ്പെടുക്കുന്നവരോടുള്ള ബഹുമാനം കൊണ്ട് ആണ് ഇങ്ങനെയൊരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ദുബായ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഈ ആഘോഷ നാളിൽ അത് കളറാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി എന്നോണമാണ് ഇപ്പോൾ ഒരു മത്സര രീതിയിൽ, വീടുകൾ അലങ്കരിക്കുന്ന ഒരു മത്സര രീതിയിൽ ദുബായ് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്.